നമസ്കാരം. നൊബേൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിത്വമാണ് കൈലാസ് സത്യാർത്ഥി. കുട്ടികളുടെ രക്ഷകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 60 വയസ്സിനകം 80,000-ലധികം കുട്ടികൾക്ക് വളർത്തച്ഛനായ ഒരു മനുഷ്യൻ. അതാണ് കൈലാസ് സത്യാർത്ഥി എന്ന ഇന്ത്യക്കാരൻ. ലോകം അദ്ദേഹത്തെ അതിശയത്തോടും അതിനപ്പുറം ആദരവോടും നെഞ്ചേറ്റാൻ പ്രധാന കാരണം അദ്ദേഹം കുട്ടികളുടെ രക്ഷകനായതിനാലാണ്. 2014 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പാകിസ്ഥാൻ്റെ മലാല യൂസഫ്സായിക്കൊപ്പം പങ്കുവച്ച വ്യക്തിത്വമാണ് കൈലാസ് സത്യാർത്ഥിയുടേത്. മികച്ച ശമ്പളത്തോടുകൂടി അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ച് ബാലവേലയിൽ വലിച്ചെറിയപ്പെട്ട 10,000-കണക്കിന് കുട്ടികളുടെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട മധ്യപ്രദേശുകാരൻ്റെ കഥയാണ് കൈലാസ് സത്യാർത്ഥിയുടേത്. 1954 ജനുവരി 11 മധ്യപ്രദേശിലെ വിദിഷയിലാണ് കൈലാസ് സത്യാർത്ഥി ജനിച്ചത്. പഠന വിഷയം എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഉപരിപഠനത്തിനു ശേഷം ഭോപ്പാലിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി. മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും എല്ലാ ജീവിത സൗകര്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടും കൈലാസ് സത്യാർത്ഥി അതെല്ലാം ഉപേക്ഷിച്ച് ചെറുപ്രായം മുതൽ തൻ്റെ ചുറ്റുപാട് കണ്ടുവരുന്ന അനീതികളും കുട്ടികൾ അനുഭവിക്കുന്ന ബാലവേല പോലെയുള്ള ദുരിതങ്ങളും